V8 സൗണ്ട് കാർഡ്. ഇത് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ചുവന്ന LED ബൾബ് ഇങ്ങനെ കത്തി നിൽക്കും. ഇനി ഈ V8 സൗണ്ട് കാർഡ് ഇത് ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് അത് തനിയെ ഓഫ് ആവുകയും ചെയ്യും. നിങ്ങൾ കാണുന്ന V8 സൗണ്ട് കാർഡ് ഇത് ഏകദേശം 3 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് വാങ്ങിയ സമയത്ത് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം എടുത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏകദേശം 3 മണിക്കൂറിൽ കൂടുതൽ ബാക്കപ്പ് ലഭിച്ചിരുന്നു. പക്ഷെ ഇന്ന് ഈ V8 സൗണ്ട് കാർഡ് ഇത് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം എടുത്ത് ഉപയോഗിക്കുമ്പോൾ മാക്സിമം 15 മിനിറ്റാണ് ബാക്കപ്പ് ലഭിക്കുന്നത്. അതായത് ഫുൾ ചാർജ് ചെയ്താലും ചാർജ് ഒട്ടും നിൽക്കാത്ത അവസ്ഥയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ V8 സൗണ്ട് കാർഡിൻ്റെ അകത്ത് വരുന്ന ഒട്ടും ബാക്കപ്പ് ഇല്ലാത്ത അല്ലെങ്കിൽ ചാർജ് നിൽക്കാത്ത ആ ബാറ്ററി എങ്ങനെ ഒഴിവാക്കി ആ സ്ഥാനത്ത് പുതിയൊരു ബാറ്ററി നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ഗാമ റേസ്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ പറയാം. V8 സൗണ്ട് കാർഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ V8 സൗണ്ട് കാർഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ആ കാര്യം തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും V8 സൗണ്ട് കാർഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചും V8 സൗണ്ട് കാർഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും വിശദീകരിക്കുന്ന മറ്റൊരു വീഡിയോ ചെയ്യാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ എൻ്റെ കൈവശം ഇരിക്കുന്ന ബാറ്ററിക്ക് ഒട്ടും ബാക്കപ്പ് ഇല്ലാത്ത അഥവാ ഫുൾ ചാർജ് ചെയ്തിട്ടും ചാർജ് നിൽക്കാത്ത ഈ V8 സൗണ്ട് കാർഡിൻ്റെ ഉള്ളിൽ വരുന്ന ബാറ്ററി നമുക്ക് എങ്ങനെ ഒഴിവാക്കി ഈ V8 സൗണ്ട് കാർഡിൻ്റെ ഉള്ളിലേക്ക് പുതിയൊരു ബാറ്ററി എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് വിശദമായി നോക്കാം. ബാറ്ററി മാറ്റാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ V8 സൗണ്ട് കാർഡിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന അഥവാ ഡൈനാമിക് മൈക്കിൻ്റെയും കണ്ടൻസർ മൈക്കിൻ്റെയും ഹെഡ്സെറ്റിൻ്റെയും ഇയർഫോണിൻ്റെയും ചാർജിങ്ങിൻ്റെയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കേബിളുകളും നമ്മളിവിടെ ആദ്യം തന്നെ ഡിസ്കണക്ഷൻ ചെയ്യുക. ഞാനിവിടെ ഈ V8 സൗണ്ട് കാർഡിലേക്ക് ചാർജിങ് കേബിൾ മാത്രമാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അത് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഡിസ്കണക്ഷൻ ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു V8 സൗണ്ട് കാർഡ് ഇത് ഈ രൂപത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ബാറ്ററി മാറ്റാൻ ഉദ്ദേശിക്കുന്ന ആ V8 സൗണ്ട് കാർഡിൻ്റെ 4 സൈഡിലും കാണുന്ന സ്ക്രൂ ഓരോന്നും വീഡിയോയിൽ കാണിക്കുന്നത് പോലെ അഴിച്ചെടുക്കാൻ ശ്രമിക്കുക.
ബാറ്ററി മാറ്റാൻ ഉദ്ദേശിച്ചിട്ടുള്ള V8 സൗണ്ട് കാർഡിൻ്റെ 4 സൈഡിലും കാണുന്ന സ്ക്രൂ ഓരോന്നും നമ്മളിവിടെ അഴിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് സ്ക്രൂ ഇവിടെ അഴിച്ചെടുത്തുവെങ്കിലും നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഇതിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന ഈ വേരിയബിൾ റെസിസ്റ്ററിൻ്റെ എല്ലാ നോബുകളും നമ്മൾ ആദ്യം റിമൂവ് ചെയ്യുക. അത് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഓരോന്നും റിമൂവ് ചെയ്യുക. ഈ V8 സൗണ്ട് കാർഡിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന ഈ വേരിയബിൾ റെസിസ്റ്ററിൻ്റെ ഓരോന്നിൻ്റെയും നോബുകൾ നമ്മളിവിടെ അഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ V8 സൗണ്ട് കാർഡ് അത് നമുക്ക് ഇതുപോലെ പൊക്കിയെടുത്ത് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ഈ V8 സൗണ്ട് കാർഡ് അത് നമ്മൾ ഈ രൂപത്തിൽ പിടിക്കുക. അതിനുശേഷം ഇങ്ങനെ പൊക്കിയെടുക്കുക. ഞാൻ വീഡിയോയിൽ കാണിച്ച രീതിയിൽ നിങ്ങൾ അഴിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ വരുന്ന എല്ലാ സ്വിച്ചുകളും അതുപോലെ തന്നെ ഈ LED ബൾബിൻ്റെ ആ ഒരു കവറിങ് അതെല്ലാം തന്നെ ഈ രൂപത്തിൽ തന്നെ ലഭിക്കും. നമ്മളിവിടെ അഴിച്ചെടുത്ത V8 സൗണ്ട് കാർഡ് അത് നമുക്ക് ഈ രൂപത്തിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ ബാറ്ററിക്ക് ഒട്ടും ബാക്കപ്പ് ഇല്ലാത്ത ആ ബാറ്ററി അത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഈ ബാറ്ററി മാറ്റണമെങ്കിൽ നമുക്ക് ഈ V8 സൗണ്ട് കാർഡിൻ്റെ ബോർഡ് കൂടി അഴിച്ചെടുക്കേണ്ടി വരും. കാരണം ഇവിടെ നമുക്ക് ഈ ബാറ്ററിയിൽ നിന്ന് വരുന്ന കണക്ഷൻ അത് വയർ ഉപയോഗിച്ച് ഇവിടെ കണക്ട് ചെയ്തായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ ബാറ്ററി ഇരിക്കുന്നത് ബോർഡിൻ്റെ സെൻറ്ററിലാണ്. പക്ഷെ അത് വയർ ഉപയോഗിച്ച് ബോർഡിനെ കവർ ചെയ്തിട്ടാണ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബാറ്ററി മാറ്റി പുതിയൊരു ബാറ്ററി ഇതിലേക്ക് ഫിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ V8 സൗണ്ട് കാർഡിൻ്റെ ബോർഡ് കൂടി നമുക്ക് അഴിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്കിനി ഈ V8 സൗണ്ട് കാർഡിൻ്റെ ബോർഡും അതുപോലെ തന്നെ ഇതിൻ്റെ കേസും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഈ സ്ക്രൂ അതുപോലെ തന്നെ ഈ സ്ക്രൂ അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ സ്ക്രൂ നമുക്ക് അഴിച്ചെടുക്കാം. നമുക്കിനി ഈ ബോർഡ് അത് വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ പൊക്കിയെടുക്കാൻ ശ്രമിക്കുക.
ഇവിടെ കാണുന്ന ഈ ഒരു ബാറ്ററിയാണ് ഈ V8 സൗണ്ട് കാർഡിൻ്റെ ബാറ്ററി ആയിട്ട് വരുന്നത്. ഇത് ഒരു ഡബിൾ ടാപ്പ് ഉപയോഗിച്ചിട്ട് ഇവിടെ ഒട്ടിച്ച് വെച്ച നിലയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഇതുപോലെ അഴിച്ചെടുക്കുക. നമ്മൾ അഴിച്ചെടുത്ത ഈ ബാറ്ററി ഇത് ഈ രൂപത്തിലാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു ബാറ്ററിയെ ഫുള്ളായിട്ട് ഇൻസുലേഷൻ ഉപയോഗിച്ച് കവർ ചെയ്ത രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാറ്ററി അത് എത്ര mAh ആണെന്ന് നമുക്കിവിടെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബാറ്ററി ഇത് എത്ര mAh ആണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബാറ്ററിയെ കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ ഇൻസുലേഷൻ അത് നമുക്ക് ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് ആദ്യം റിമൂവ് ചെയ്യാം. ഇവിടെ കത്തി ഉപയോഗിച്ച് ഈ ഇൻസുലേഷൻ റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ അത് കൂടിച്ചേരാതെ ശ്രദ്ധിക്കാൻ നോക്കണം. നമുക്ക് ആദ്യം ഈ ഒരു കണക്ടർ അത് നമുക്ക് ഒഴിവാക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു ബാറ്ററി എത്ര mAh ആണെന്ന് ഈ ബാറ്ററിയുടെ പുറത്ത് എഴുതിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇത് ബാറ്ററിയുടെ പുറത്ത് വരുന്ന അതിൻ്റെ ഒറിജിനൽ ഇൻസുലേഷനാണ്. ഇത് ഈ ഒരു ബാറ്ററിയെ വീണ്ടും ഈ വയർ ഉപയോഗിച്ച് ഇവിടെ സോൾഡ് ചെയ്തപ്പോൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഇൻസുലേഷൻ ആയിരുന്നു. നമ്മൾ അത് ഇവിടെ അഴിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ ബാറ്ററിയുടെ പുറത്ത് ഈ ഒരു ബാറ്ററി എത്ര mAh ആണെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. നമ്മളിവിടെ എങ്ങനെ നോക്കിയിട്ടും നമുക്ക് ഈ ബാറ്ററിയുടെ പുറത്ത് ഈ ബാറ്ററിയുടെ വോൾട്ടേജും അതുപോലെ തന്നെ ബാറ്ററിയുടെ mAhഉം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം നമ്മളൊരു V8 സൗണ്ട് കാർഡ് വാങ്ങുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു ബോക്സിൽ കവർ ചെയ്തിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു V8 സൗണ്ട് കാർഡ് വാങ്ങുമ്പോൾ ആ V8 സൗണ്ട് കാർഡ് കവർ ചെയ്തിട്ട് വരുന്ന ആ ഒരു ബോക്സിൽ നമുക്ക് ഒരു കാറ്റലോഗും കാണാൻ സാധിക്കും. ഈ V8 സൗണ്ട് കാർഡ് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ബോക്സിലും അതുപോലെ തന്നെ അതിൽ വരുന്ന കാറ്റലോഗിലും അവർ ആ V8 സൗണ്ട് കാർഡിൽ ഉപയോഗിച്ചിട്ടുള്ള ബാറ്ററിയുടെ വോൾട്ടേജ് 3.7 വോൾട്ട് ആണെന്നും അതുപോലെ തന്നെ ബാറ്ററിയുടെ mAh അത് 1200 mAh ആണെന്നും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് 3.7 വോൾട്ട് ആണെന്നും ഈ ഒരു ബാറ്ററി 1200 mAh ആണെന്നും നമുക്ക് മനസ്സിലാക്കാം. 1200 mAh വരുന്ന ഈ ഒരു ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ V8 സൗണ്ട് കാർഡിന് നമുക്ക്
കേവലം 3 മണിക്കൂറാണ് ബാക്കപ്പ് സമയമായിട്ട് കിട്ടുന്നത് എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ V8 സൗണ്ട് കാർഡ് ഉപയോഗിച്ച് വീഡിയോ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന പൊതുവായിട്ടുള്ള ഒരു കാര്യമാണത്. അവർ വീഡിയോ എടുക്കുന്നതിന് മുൻപ് ആദ്യം ഈ V8 സൗണ്ട് കാർഡ് ഫുൾ ചാർജ് ചെയ്ത് വെക്കുക. അതിനുശേഷം ചാർജർ ഡിസ്കണക്ഷൻ ചെയ്തിട്ടായിരിക്കും പിന്നീട് ഈ V8 സൗണ്ട് കാർഡ് ഉപയോഗിച്ച് വീഡിയോ എടുക്കുന്ന ജോലി ആരംഭിക്കുന്നത്. പിന്നീട് 3 മണിക്കൂർ കഴിഞ്ഞാൽ ഈ V8 സൗണ്ട് കാർഡ് ഓഫായി പോകുന്നത് കൊണ്ട് പിന്നീട് ആ വീഡിയോ എടുക്കുന്ന ജോലി താൽക്കാലികമായിട്ട് അവിടെ നിർത്തിവെക്കുന്നു. പിന്നീട് ഈ V8 സൗണ്ട് കാർഡ് വീണ്ടും ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം പിന്നീട് ചാർജർ ഡിസ്കണക്ഷൻ ചെയ്ത് അതിനുശേഷമാണ് വീഡിയോ എടുക്കുന്ന ജോലി വീണ്ടും ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്ന ആ ഒരു ജോലി ചെയ്യാൻ ഒരുപാട് സമയം വേണ്ടി വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എന്നോട് തിരിച്ച് ഈ ഒരു സമയത്ത് ഒരു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കാം. അതായത് നിങ്ങൾ പറയുന്ന ഈ V8 സൗണ്ട് കാർഡ് എന്ന് പറയുന്ന ഡിവൈസ് അത് നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് മൊബൈൽ ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്ത് ഉപയോഗിച്ചുകൂടാ എന്ന് ചോദിക്കാം. ഇവിടെ ഇങ്ങനൊരു ചോദ്യം തന്നെ വരാനുള്ള പ്രധാന കാരണം എന്നത് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ V8 സൗണ്ട് കാർഡിൻ്റെ ചാർജിങ് സോക്കറ്റിലേക്ക് മൊബൈൽ ഫോണിൻ്റെ ചാർജർ കണക്ട് ചെയ്ത് വീഡിയോ എടുക്കുന്ന ആ അവസരത്തിൽ തന്നെ ഈ V8 സൗണ്ട് കാർഡ് അത് ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന അവസരത്തിൽ നമുക്ക് V8 സൗണ്ട് കാർഡിൻ്റെ ഉള്ളിൽ വരുന്ന ബാറ്ററിയുടെ ബാക്കപ്പ് സമയം അത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഒരു വിഷയമായിട്ട് വരുന്നില്ല എന്നതുകൊണ്ടാണ്. ഇവിടെ ഈ V8 സൗണ്ട് കാർഡിൻ്റെ ബോർഡിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ നോയ്സ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഈ ഒരു ബോർഡിൽ ഒരു മെറ്റീരിയൽസും ഉപയോഗിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ V8 സൗണ്ട് കാർഡ് എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് ഇത് തികച്ചും ബാറ്ററി ഓപ്പറേറ്റഡ് ഡിവൈസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ബാറ്ററിയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസ് ആണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് നമ്മൾ V8 സൗണ്ട് കാർഡ് ഉപയോഗിച്ച് നമ്മളൊരു വീഡിയോ എടുക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഈ V8 സൗണ്ട് കാർഡിൻ്റെ ഈ ചാർജിങ് സോക്കറ്റ് വഴി മൊബൈൽ ഫോണിൻ്റെ ചാർജർ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ ചാർജറിൽ നിന്ന് ഈ V8 സൗണ്ട് കാർഡിൻ്റെ ചാർജിങ് സോക്കറ്റ് വഴി ഈ ബോർഡിലേക്ക് എപ്പോഴും 5 വോൾട്ട് DC എത്തിക്കൊണ്ടിരിക്കും. അതിനാൽ തന്നെ ഈ ബോർഡിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള 1200 mAh വരുന്ന ഈ ബാറ്ററി അത് എപ്പോഴും ചാർജ് കയറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് മൊബൈൽ ഫോണിൻ്റെ ചാർജർ ഈ V8 സൗണ്ട് കാർഡിൻ്റെ ബോർഡിലേക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന അവസരങ്ങളിൽ ഈ V8 സൗണ്ട് കാർഡ് എപ്പോഴും ചാർജ് ഫുള്ളായിട്ട് കാണിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മൊബൈൽ ഫോണിൻ്റെ ചാർജറിൽ നിന്ന് ഈ ബോർഡിലേക്ക് 5 വോൾട്ട് DC മാത്രമല്ല എത്തിച്ചേരുന്നത്, ഒപ്പം തന്നെ നല്ല രീതിയിൽ ഇലക്ട്രിക്കൽ നോയ്സ് കടന്നു വരുന്നുണ്ട്. എന്നാൽ ഈ ബോർഡിലേക്ക് എത്തുന്ന ആ ഇലക്ട്രിക്കൽ നോയ്സ് അത് ക്യാൻസൽ ചെയ്യുന്ന ഒരു ഉപകരണവും ഈ ബോർഡിൽ ഇല്ലാത്തത് കൊണ്ട് ഈ ബോർഡിലേക്ക് എത്തിച്ചേരുന്ന ഇലക്ട്രിക്കൽ നോയ്സ് അത് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറ, മൊബൈൽ ഫോണ് തുടങ്ങിയിട്ടുള്ള റെക്കോർഡിംഗ് ഡിവൈസിലേക്ക് എത്തിച്ചേരും. അത് കാരണം നമ്മൾ എടുക്കുന്ന ആ വീഡിയോയുടെ ശബ്ദത്തിൻ്റെ ക്വാളിറ്റി വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ V8 സൗണ്ട് കാർഡ് ഉപയോഗിച്ച് വീഡിയോ എടുക്കുന്ന ആളുകൾ ആരും തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും മൊബൈൽ ഫോണിൻ്റെ ചാർജർ ഈ V8 സൗണ്ട് കാർഡിലേക്ക് കണക്ട് ചെയ്ത് വീഡിയോ എടുക്കാറില്ല എന്നതാണ്
യഥാർത്ഥ വസ്തുത. അതിനാൽ തന്നെ V8 സൗണ്ട് കാർഡ് ഉപയോഗിച്ച് വീഡിയോ എടുക്കുന്ന ആളുകൾക്ക് അവർ ഉപയോഗിക്കുന്ന V8 സൗണ്ട് കാർഡിൻ്റെ ബാക്കപ്പ് സമയം അത് കുറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന V8 സൗണ്ട് കാർഡിൻ്റെ ബാക്കപ്പ് സമയം അത് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഉയർത്തിയെടുക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ സമയം നമ്മൾ ഉപയോഗിക്കുന്ന V8 സൗണ്ട് കാർഡ് ഉപയോഗിച്ച് തന്നെ വീഡിയോ എടുക്കാനും സാധിക്കും. എന്നാൽ ആ കാര്യങ്ങളെക്കുറിച്ച് അല്പം കൂടി വിശദമായി സംസാരിക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി സംസാരിക്കാൻ സമയം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് അടുത്ത എപ്പിസോഡ് വീഡിയോയിൽ വിശദമായി സംസാരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ നമ്മളിവിടെ ഈ V8 സൗണ്ട് കാർഡിൽ നിന്ന് അഴിച്ചെടുത്ത ഒട്ടും ബാക്കപ്പ് ഇല്ലാത്ത ഈ ബാറ്ററിക്ക് പകരം നമുക്ക് ഈ V8 സൗണ്ട് കാർഡിൻ്റെ ബോർഡിലേക്ക് പുതിയ ഒരു ബാറ്ററി നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാം, പുതിയ ഒരു ബാറ്ററി നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡ് വീഡിയോയിൽ വിശദമായി സംസാരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയ്ക്ക് താഴെ ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോയുടെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ഈ വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുള്ള ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ തുടർച്ചയായിട്ട് കാണുവാൻ സാധിക്കും. കൂടാതെ ഈ വീഡിയോയുടെ എല്ലാ എപ്പിസോഡ് വീഡിയോകളും എല്ലാം തന്നെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ എല്ലാ എപ്പിസോഡ് വീഡിയോകളും നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കാണുവാനും സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോ താൽക്കാലികമായി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.